എന്തുകൊണ്ടാണ് ഈ ലോകകപ്പിലെ റഫറിമാർ ക്യാമറ ധരിപ്പിച്ചിരിക്കുന്നത്? ആദ്യ നോട്ടത്തിൽ അതൊരു സാധാരണ ഉപകരണം പോലെ തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഫുട്ബോൾ കാണുന്ന രീതിയെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു പരീക്ഷണമാണ്. ഫുട്ബോൾ എന്ന കളി വർഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾ ലൈൻ ടെക്നോളജി വന്നു, വാർ വന്നു, സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് വന്നു. ഓരോ തവണയും പുതിയ ടെക്നോളജി വന്നപ്പോൾ ഈ ചോദ്യം ഉയർന്നു. ഇനി കളിയുടെ അടുത്ത മാറ്റം എന്താണ്? 2026 ഫിഫ ലോകകപ്പിൽ ആ ചോദ്യത്തിന് ഫിഫ നൽകിയ ഏറ്റവും വലിയ മറുപടിയാണ് റഫറിയുടെ തലയിൽ നിങ്ങൾ കാണുന്ന ആ ചെറിയ ക്യാമറ. ഇനി നമ്മൾ കളി കാണുന്നത് സ്റ്റേഡിയത്തിലെ ക്യാമറകളിലൂടെ മാത്രമല്ല, കളിയുടെ മധ്യത്തിൽ നിൽക്കുന്ന റഫറിയുടെ കണ്ണുകളിലൂടെയും നമുക്ക് കാണാൻ കഴിയും. ഫുട്ബോൾ ആരാധകരുടെ ഏറ്റവും വലിയ പരാതികളിലൊന്ന് എപ്പോഴും റഫറിമാരെ കുറിച്ചാണ്. ഒരു പെനാൽറ്റി കൊടുത്താൽ ഒരു വിഭാഗം ആരാധകർ അത് ശരിയാണെന്ന് പറയും, മറ്റൊരു വിഭാഗം അത് തെറ്റാണെന്ന് പറയും. ഒരു ചുവപ്പ് കാർഡ് നൽകിയാൽ ദിവസങ്ങളോളം ചർച്ച നടക്കും. എന്നാൽ ഇതിലെ പ്രധാന പ്രശ്നം എന്താണ്? റഫറി കണ്ട കാഴ്ച നമ്മൾ കാണുന്നില്ല എന്നതാണ്. TV ക്യാമറയിൽ നിന്ന് ഒരു സംഭവം എളുപ്പം തോന്നാം, പക്ഷെ റഫറി നിൽക്കുന്ന കോണിൽ നിന്ന് അത് പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ടാണ് ഫിഫ റഫറി ക്യാമറ എന്ന ആശയം കൂടുതൽ ഗൗരവത്തോടെ കൊണ്ടുവന്നത്. ഈ ക്യാമറയുടെ പ്രധാന ലക്ഷ്യം വിനോദം മാത്രമല്ല, ഫുട്ബോളിലെ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കപ്പെടുന്നു എന്ന് ആരാധകർ മനസ്സിലാക്കി കൊടുക്കുക എന്നതും അതിന്റെ ലക്ഷ്യമാണ്. ഒരു താരം ബോക്സിനുള്ളിൽ വീണു എന്ന് കരുതുക. നമ്മൾ TVയിൽ നിന്ന് നോക്കുമ്പോൾ അത് വ്യക്തമായ പെനാൽറ്റി പോലെ തോന്നാം. എന്നാൽ റഫറിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ താരം തന്നെ കോണ്ടാക്ട് തേടിയതാണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു തീരുമാനത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ആദ്യമായി ലോകത്തിന് നേരിട്ട് കാണാൻ കഴിയുന്നു. ഇതിലും വലിയ കാര്യം മറ്റൊന്നാണ്. ഇന്നത്തെ ഫുട്ബോളിൽ റഫറിമാർ നേരിടുന്ന സമ്മർദ്ദം അതിര് കടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്നു. ഒരു തെറ്റായ തീരുമാനം കരിയറിനെ പോലും ബാധിക്കാം. എന്നാൽ റഫറി ക്യാമറ വന്നതോടെ ആരാധകർക്ക് ഒരു കാര്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. റഫറി ഒരു റോബോട്ടല്ല, സെക്കൻഡിന്റെ ചെറിയ ഭാഗത്തിനുള്ളിൽ തീരുമാനമെടുക്കേണ്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് കളി കണ്ടാൽ തീരുമാനങ്ങളുടെ സങ്കീർണത എത്ര വലുതാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതേസമയം ഒരു സാങ്കേതിക പരീക്ഷണം മാത്രമല്ല, ഭാവിയിലെ ഫുട്ബോളിന്റെ ഒരു സൂചന കൂടി. ഫിഫ ഇന്ന് റഫറിയുടെ കണ്ണുകൾ ലോകത്തിന് തുറന്നു കൊടുക്കും. നാളെ അത് പരിശീലന മേഖലയിലും റഫറി വികസന പരിപാടികളിലും വാർ വിശകലനങ്ങളിലും വലിയ പങ്ക് വഹിച്ചേക്കാം. യുവ റഫറിമാർക്ക് ഇനി പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കേണ്ടതില്ല. ലോകകപ്പ് മത്സരങ്ങളിൽ റഫറിമാർ എന്താണ് കണ്ടത്, എങ്ങനെയാണ് ചലിച്ചു, എങ്ങനെ തീരുമാനമെടുത്തു എന്നതെല്ലാം നേരിട്ട് പഠിക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം ആരാധകരുടെ അനുഭവമാണ്. ഒരു കൗണ്ടർ അറ്റാക്ക് നടക്കുന്നു, മുന്നിൽ 3 പ്രതിരോധ താരങ്ങൾ, പിന്നിൽ ഓടുന്ന ആക്രമണ താരം. അപ്പോൾ റഫറി കാണുന്ന അതേ വേഗതയും അതേ സമ്മർദ്ദവും അതേ കാഴ്ചയും ആരാധകനും അനുഭവിക്കുന്നു. ഇതുവരെ ഒരു വീഡിയോ ഗെയിമിൽ മാത്രം അനുഭവിച്ചിരുന്ന ഒരു അനുഭവം യഥാർത്ഥ ലോകകപ്പ് ഫുട്ബോളിലേക്ക് എത്തുകയാണ്. 2026 ലോകകപ്പിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ അവർ മെസ്സിയെക്കുറിച്ചോ എംബാപ്പയെക്കുറിച്ചോ യമാലിനെക്കുറിച്ചോ മാത്രം സംസാരിക്കില്ല. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി റഫറിയുടെ കണ്ണുകളിലൂടെ കളി കണ്ട ടൂർണമെന്റ് എന്ന നിലയിലും ഈ ലോകകപ്പ് ഓർമ്മിക്കപ്പെടാം.